അടുത്ത ചാപ്റ്ററായ യഹ് ധർത്തി ഹേ ഉസ്കി സാൻ കി എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത്. യഹ് ധർത്തി ഹേ ഉസ്കി സാൻ കി എന്നുള്ള പാഠഭാഗം എഴുതിയിരിക്കുന്നത് കേസർനാഥ് അഗ്രപാൾ ആണ് കേട്ടോ. അതില് യഹ് ധർത്തി, ഈ ഭൂമി, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഉസ്കി സാൻ കി ആ കർഷകന്റേതാണ്. അതാണ് പാഠത്തിന്റെ ഹെഡിങ് കേട്ടോ. യഹ് ധർത്തി ഹേ ഉസ്കി സാൻ കി ജോ ബൈലോं के कंधों पर बरसात काम में जुआ भाग्य का रख देता है, खून छाटती हुई वायु में पैनी खुशी खेत के भीतर. അതായത് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി, ഉസ് കിസാൻ കി ആ കർഷകന്റേതാണ്. ജോ ബൈലോं के कंधों पर, അതായത് ബൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, കാളയാണ് അല്ലെ. ജോ ബൈലോं के कंधों पर പറയുമ്പോൾ കാളകളുടെ കഴുത്തിന്റെ മുകൾ ഭാഗത്തിനെയാണ് പറയുന്നത്. ബർസാത്ത് ഗാമുമേ, വെയിലത്തും മഴയത്തും, അതായത് ബർസാത്ത് മഴ, ഖാമെന്ന് വെച്ചാല് വെയില്. അപ്പൊ മഴയത്തും വെയിലത്തും കർഷകൻ പണിയെടുക്കുകയാണ് അല്ലെ. ജുവാ ഭാഗ്യക്കാരക്ക് ദേത്താഹേ, ജുവ എന്ന് വെച്ചാല് ഈ കാളകളെ കെട്ടിയിട്ടില്ല എന്ന് ഉപത്തിനെയാണ് പറയുന്നത്. ജുവാ ഭാഗ്യക്കാരക്ക് ദേത്താഹേ, ഭാഗ്യക്കാരക്ക് ദേത്താഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാളകളുടെ കഴുത്തിലേക്ക് ആനൂക്കം വെച്ച് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. കൂൺ ചാർത്തി ഹുയി വായുമേ, അതായത് രക്തം മൂറ്റി കുടിക്കുന്ന കാറ്റത്തും ആ ചൂടിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൂൺ ചാർത്തി ഹുയി വായുമേ എന്താണ്, പൈനി കുസി ഖേത്ത് കെ ഭീത്തർ, പൈനി എന്ന് വെച്ചാൽ വളരെ മൂർച്ചയുള്ള ആ ഖേത്ത് കെ ഭീത്തർ, കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗത്തിനെയാണ് പറയുന്നത് കേട്ടോ. അതായത് പൈനി കുസി ഖേത്ത് കെ ഭീത്തർ അല്ലെ, ആ കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം. ആ ഖേത്ത് കെ ഭീത്തർ എന്ന് പറയുമ്പോൾ, ഖേത്ത് പറയുമ്പോൾ വയല്, ഭീത്തർ പറയുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട്, അതായത് ആ കലപ്പ വെച്ചിട്ട് ആ ചൂടത്തും വെയിലത്തും ആണ് കർഷകൻ കഷ്ടപ്പെടുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൂർ കലേജെ തക്ക് ലേ ജാക്കർ जोत डालता है मिट्टी का, पांच डालकर और बीज फिर बो देता है. दूर कलेजे तक जाकर, തക്കിലേ ജാക്കർ, അതായത് അതിനെ ആഴത്തിൽ ആ കലപ്പനെ ആ ഉഴുതു മറിക്കുന്ന സാധനത്തിന് അങ്ങനെ ആ മണ്ണിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വലിച്ചു കൊണ്ടുപോകുന്നു. ജോത്ത് ഡാൽത്താ ഹേ മിറ്റിക്കോ, എന്നിട്ട് മണ്ണിനെ ഉഴുതു മറിക്കുന്നു. ജോത്ത് ഡാൽന എന്ന് പറയുമ്പോൾ ഉഴുതു മറിക്കുക, അതായത് കൃഷി ചെയ്യുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. പാസ് ഡാൽക്കർ ബീജ് ഫിർവോ ദേത്താ ഹേ, അതായത് പാസ് ഡാൽക്കർ എന്ന് പറയുമ്പോൾ വളം, ഈ വളം മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം മണ്ണിനെയൊക്കെ ഉഴുതു മറിച്ചു, അതിനുശേഷം വളം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ബീജ് ഫിർ ബോ ദേത്താ ഹേ, അതിലേക്ക് എന്തിട്ട് കൊടുക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു. നയ വർഷമേ നയ ഫസൽ കെ ദേർ അന്നക്കാലക്ക് ജാത്താ ഹേ, നയ വർഷമേ എന്ന് പറയുമ്പോൾ പുതിയ, നയ എന്ന് പറയുമ്പോൾ പുതിയ വർഷത്തിൽ, നയ ഫസൽ കെ, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്, പുതിയ വിളവ് എടുത്തിട്ട് ഡേർ അന്നക്കാലക്ക് ജാത്താ ഹേ, ഡേർ പറയുമ്പോൾ കൂമ്പാരം, അപ്പോൾ അന്നത്തിന്റെ കൂമ്പാരം അവര് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. വഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ആ ഭൂമി കർഷകന്റേതാണ്. നഹി രാവ് കി, ഒരു രാജാവിന്റേതുമല്ല. നഹി രംഗ് കി, ഒരു ദരിദ്രന്റെയുമല്ല. നഹി കിസി കി മറ്റാരുടേതുമല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി, ധർത്തി ആ കർഷകന്റേതാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകന്റേതാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാരഖേ, അദ്ദേഹം ആ കർഷകൻ ജോ മിട്ടി കാ മണ്ണിന്റെ പൂർണ്ണ പരീക്ഷകനാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ജോ മിട്ടി കെ സംഗ് സാത്ത് ഹി, അതായത് ആ മണ്ണിന്റെ കൂടെ തന്നെ, മണ്ണിന്റെ കൂടെ ചേർന്നുകൊണ്ട്, സംഗ് സാത്ത് ഹി എന്ന് പറയുമ്പോൾ ഒപ്പം ചേർന്നുകൊണ്ട്. തബ്കർ പറയുമ്പോൾ ആ ചൂടത്തും വെയിലത്തും പണിയെടുക്കുന്നതിനാണ് തബ്കർ എന്ന് പറയുന്നത്. തബ്കർ കെൽക്കർ മർക്കർ, അതായത് ആ ചൂടത്തും അതേപോലെ തന്നെ ആ മണ്ണിൽ ഒഴുകി ചേർന്നിട്ടും മരിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കർഷകന് ഭൂമിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ പണിയെടുക്കുന്നത്. ഗപാ രഹാ ഹേ ജീവൻ അപ്ന, देख रहा है मिट्टी में सोने का सपना, मिट्टी की മഹിമ ഗാത്താ ഹേ, അതായത് ഗപാ രഹാ ഹേ ജീവൻ അപ്ന എന്ന് പറയുമ്പോൾ, അതായത് അവരുടെ ജീവിതം മൊത്തം അവിടെയാണ്, അങ്ങനെയാണ് ചെലവഴിക്കുന്നത്. ദേഖ് രഹാ ഹേ
മിട്ടിമേ സോനേക്ക സപ്ന, മണ്ണിലെ അവര് സ്വർണത്തിന്റെ സ്വപ്നം കാണുകയാണ്. അതായത് സ്വർണം വിളയിക്കുന്നതായിട്ട്, അവരുടെ നെൽകൃഷിയിൽ നന്നായിട്ട് നെല്ലൊക്കെ വന്ന് അങ്ങനെ ആ ഐശ്വര്യപൂർണമായ ദിനങ്ങളെ കുറിച്ചിട്ട് അവർ സ്വപ്നം കാണുകയാണ്. മിട്ടിക്ക് മഹിമ ഗാത ഹേ, മിട്ടിയുടെ മഹത്വത്തെ കുറിച്ച് പാടുകയാണ്. മിട്ടിക്ക് ഹി അന്തസ്ഥൽമേ, അതായത് മണ്ണിനകത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് മിട്ടി എന്ന് പറയുമ്പോൾ മണ്ണ്, അന്തസ്ഥൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, അകത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മണ്ണിനകത്തേക്ക് ഇറങ്ങി. അപ്പിനെ തൻകി ഖാദ് മിലാക്കർ, അതായത് തന്റെ ശരീരം തന്നെ വളമായിട്ട് ഉപയോഗിച്ചിട്ട് എന്നാണ് പറയുന്നത്. ഖാദ് എന്ന് പറയുമ്പോൾ എന്താണ്, വളം. അപ്പിനെ തൻകി, തൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ തന്നെ വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്. മിട്ടിക്കോ ജീവിത രഖ്താ ഹേ, അതായത് മിട്ടിക്ക് മണ്ണിന് ജീവൻ നൽകുകയാണ്. ഖുദ് ജീതാ ഹേ, എന്നിട്ടോ സ്വയം ജീവിക്കുകയാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകന്റേതാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കവി അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ. കേദർനാഥ് അഗർവാൾ കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ, കേദർനാഥ് അഗർവാൾ ഉത്തർപ്രദേശിലാണ് ജനിച്ചിരിക്കുന്നത്. उन्होंने जनसाधारण के जीवन की गहरी और व्यापक संवेदना का अपनी कविताओं में मुखरित किया. സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ആഴമേറിയതും വിശാലവുമായ സംവേദനക്ഷമത അദ്ദേഹം തന്റെ കവിതകളിലൂടെ പ്രകടിപ്പിച്ചു. फूल नहीं रंग बोलते हैं, अपूर्वी पहला पानी, मजदूर का जन्म, बसंती हवा, आज नदी बिल्कुल ഉദാസ് थी ആദി ഉൻകി പ്രമുഖ രചനായേ ഹേ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ്. വേ സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, പിന്നെ മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാർ ആദി സെ സമ്മാനിത് ഹേ. ഇത്രയും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളാണ്. ഓക്കെ, താങ്ക് യു. ഈ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിക്കുന്നു.